ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നല്ല മഞ്ഞൊക്കെ മൂടിയ കാലാവസ്ഥയാട്ടോ, എന്നാലും ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നതിനേക്കാളും ചൂടാട്ടോ ഈ കൊല്ലം. അപ്പുറത്ത് ബസ് ഇന്നിപ്പോൾ രാവിലെ പള്ളിയിൽ പോയി ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ് നോക്കി നിൽക്കുമ്പോഴാണ് മഹിളാ ദിനത്തിൻ്റെ റാലി പോകുന്നത് കണ്ടത്. അന്നേരം പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞായറാഴ്ച ഞാൻ സാധാരണയായിട്ട് തറ തുടയ്ക്കാറില്ല. ഇന്നിപ്പോൾ തറയൊക്കെ തുടയ്ക്കുക, 2 ദിവസമായി തറയൊക്കെ തുടച്ചിട്ട്. അതുകൊണ്ട് അഴുക്കൊക്കെ ഉള്ളത് കൊണ്ടൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരി വേഗം തുടയ്ക്കാൻ വേണ്ടി പോകുവാണ്. കുഞ്ഞിപ്പെണ്ണിന് എക്സാമൊക്കെ കഴിഞ്ഞു, ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കൂളിലൊന്നും പോകണ്ട. കുഞ്ഞിപ്പിള്ളേർക്ക് മാത്രമേ സ്കൂളിൽ പോകണ്ടാത്തുള്ളൂ. 1 മുതൽ 9 വരെയുള്ള എല്ലാ പിള്ളേർക്കും സ്കൂളിൽ പോകണം. LKG UKGക്കാർക്ക് പോകണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് നേരത്തെ സ്കൂളൊക്കെ അടച്ചു കേട്ടോ. തറ തുടയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഇതുപോലെ ചെറിയ മേശയും കസാരകളും ഒക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ പൊക്കത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അടിച്ചു വാരിയിട്ട് തറയൊക്കെ തുടയ്ക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് എന്തിനോ വാശിയൊക്കെ പിടിച്ച് മുഖമൊക്കെ വീർപ്പിച്ചിരിപ്പുണ്ട്. എന്നാന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്നാന്ന് പറഞ്ഞാലല്ലേ എന്നാന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒന്നും ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. ഞാൻ മോപ്പൊക്കെ 2-3 വട്ടം നന്നായിട്ട് മുക്കി പിഴിഞ്ഞിട്ടൊക്കെയാണ് തുടയ്ക്കുന്നത്. പിള്ളേർക്ക് അവധിയാണ്. എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് തുടച്ചെടുക്കൽ നടക്കില്ല. 2-3 വട്ടമൊക്കെ നന്നായിട്ട് മുക്കി പിഴിഞ്ഞ് തുടച്ചാലേ ഒന്ന് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ പിന്നെ സാധാരണ ദിവസം പോലെയല്ല. പിള്ളേരൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോരോ പണികളും ഒക്കെ ആയിട്ട് മിക്കവാറും ഇപ്പോൾ തിരക്കാട്ടോ. അതിൻ്റെ കൂടെയാണ് എനിക്ക് ഇപ്പോൾ ആണെങ്കിൽ അടുപ്പിച്ച് തലവേദനയുമാണ്. എന്താണെന്നൊന്നും അറിയത്തില്ല. വെയിലും ചൂടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാവാറുള്ളതാണ്. എന്തായാലും ഇപ്രാവശ്യം കുറച്ച് തലവേദന കൂടുതലുമാണ്. മരുന്നൊക്കെ മേടിക്കലും കഴിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. MRI ഒക്കെ എടുത്ത് നോക്കിയത്, അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വയനാട്ടിലൊക്കെ ഇത്രയും ചൂടാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്നതായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ വെള്ളത്തിനൊന്നും ഇതുവരെയും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ജലനിധിയുടെ വെള്ളമാണ്. വേനൽക്കാലത്ത് വെള്ളം കുറച്ച് ഉപയോഗിക്കണം എന്നൊക്കെ വന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നിരാടനാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും വെള്ളത്തിനൊന്നും ഇതുവരെയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ആ മുറിയിലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വരാനായോ എന്നൊക്കെ. ഞാൻ വരാനായപ്പോൾ അവൾ അഭിനയമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുഖമൊക്കെ പൊത്തിപ്പിടിച്ചിരുന്ന് കരയുന്ന പോലൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് എന്നാ പിണക്കമാണോ എന്നൊക്കെ ചോദിക്കുക. നമ്മളെന്തെങ്കിലും ചോദിക്കാനോ മിണ്ടാനോ ഒക്കെ പോയാൽ പിന്നെ കരച്ചിലും ബഹളമൊക്കെ കൂടും. അതവിടെ തന്നെ ഇരുന്നങ്ങ് ശരിയായി വരണം. അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം രാവിലെ മുറ്റത്ത് കുറച്ച് തുണികൾ അലക്കി വിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം എടുത്ത് മടക്കി വെക്കണം. കോഴിക്ക് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ കൊടുക്കണം. ഇനി അങ്ങനെ ഓരോരോ പണികളൊക്കെയാണ്. പിന്നെ ചെടിക്കും പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട്. പിന്നെ നടയൊക്കെ ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇടുക ഞാൻ. ടെറസിൻ്റെ മുകളിൽ തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം എല്ലാം മേടിച്ച് കൊടുത്തായിരുന്നേ. പിന്നെ ചെറിയ പണി ആയതുകൊണ്ട് അവർ അവരുടെ വലിയ വലിയ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് തിരക്കായി ഇപ്പം. അന്നേരം അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. എളുപ്പം ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. സാൻഡ്വിച്ചിനുള്ള മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് കീറി എടുത്തതാണ് കേട്ടോ, അതുകൊണ്ട് 4 കഷ്ണമായിട്ടുള്ളത്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. 1 മുട്ടയുടെ വെള്ളയാണേ. എനിക്ക് പച്ചമുട്ട കൊണ്ട് പിന്നെ മയോണൈസ് ഉണ്ടാക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കുരു മാറ്റി വെള്ളം മാത്രമായിട്ട്
എടുത്തിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, അല്ലെങ്കിൽ മുഴുവനോടെയുള്ള കുരുമുളക് ഇട്ടാലും മതി. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് അധികമൊന്നും വേണ്ട, ഒരു നുള്ളു മതി കേട്ടോ. പിന്നെ ഓയിൽ, ഇത്രയും സാധനം കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. സാൻഡ്വിച്ചിലേക്ക് നമുക്കിഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കോ പിന്നെ ക്യാബേജോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. ഇതിനകത്ത് സവാളയും ക്യാരറ്റും മല്ലിയിലയും ഉണ്ട്. പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കുക്കുംബറുണ്ട്, പിന്നെ മുട്ടയുടെ വെള്ള അത് ഇങ്ങനെ പുഴുങ്ങിയെടുത്തതാണ്. അത് ചെറുതായിട്ട് ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കുക. ഇതൊന്നും നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മുട്ടയുടെ വെള്ള ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട, ബാക്കി പച്ചക്കറി മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ തക്കാളിയും കുക്കുംബറും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. തക്കാളിയുടെ അരിയൊക്കെ മാറ്റിയിട്ട് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അരിയോടുകൂടി തന്നെയാണ് അരിഞ്ഞ് ഇടുന്നത്. കുക്കുംബറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പച്ചക്കറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം. എല്ലാം ഒരു പേരിന് ചേർത്താൽ മതി, അധികമായി പോകണ്ട. ഇപ്പോൾ കറണ്ട് പോയി കേട്ടോ, അതുകൊണ്ട് ഒരു ഇരുട്ട്. ഇനി ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഈ മുട്ടയുടെ വെള്ള, പിന്നെ മയോണൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവേ. ബ്രെഡ് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാട്ടോ ഈ ഒരു മിക്സ് അതിനകത്തേക്ക് വെക്കുന്നത്. ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ട്. ഫ്രൈ ആക്കണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ ഫ്രൈ ആക്കുന്ന കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. എന്നിട്ട് ഈ ഫ്രൈ ആക്കിയ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് മിക്സ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സൊക്കെ ചേർത്തു. പിന്നെ ഈ സൈഡിലെ കറുത്ത ഭാഗം ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അതൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ച് സോസും കൂടി ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കഷ്ണം ബ്രെഡും കൂടി എടുത്ത് മുകളിലേക്ക് വെച്ചു. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ മുറിച്ചെന്നേ ഉള്ളൂ, ഇങ്ങനെ മുറിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എളുപ്പം ഉണ്ടാക്കാനും പറ്റുന്നതല്ലേ. എനിക്ക് സോസ് ഒഴിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് സോസ് ഒഴിക്കാതെ ഒരെണ്ണം ആക്കിയെടുക്കുവാണേ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. സാൻഡ്വിച്ചിൻ്റെ മിക്സ് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ്. മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഉണ്ടാക്കി വെക്കണ്ട, കൂടുതൽ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് കുറഞ്ഞ അളവിലേ എപ്പോഴും ഉണ്ടാക്കാവുള്ളൂ. എന്ത് സാധനത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും കുറഞ്ഞ അളവിലേ ഉണ്ടാക്കാവുള്ളൂ. പിന്നെ പച്ചമുട്ട കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിലും ഞാനിപ്പോൾ ഈ ചേർത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഓയിലും വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, ഉപ്പ്, പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീരോ വിനാഗിരിയോ. ചീരയുടെ അരി വീണിട്ട് ഇപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടെ മുഴുവനും ചീരയാണേ. അതുകൊണ്ട് വേരോടെ ഇപ്പോൾ ചീര പറിച്ചിട്ട് അത് തോരനോ കറിക്കോ ഒക്കെ എടുക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് ചീരത്തൈകളെല്ലാം കൂടെ കൂട്ടമായിട്ട് നിന്നാൽ ബാക്കി നട്ടേക്കുന്ന പച്ചക്കറിയൊക്കെ നന്നായി വരത്തില്ലല്ലോ, അഴുക്കായി പോകത്തില്ലേ. അതുകൊണ്ട് കുറേ ചീരകളൊക്കെ പറിച്ച് കളയണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വലുതായി കഴിയുമ്പോൾ അത് തോരനോ കറിക്കോ ഒക്കെ വേണ്ടിയിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചീരയുടെ അരി വീണിട്ട് കുഞ്ഞു കുഞ്ഞു ചീരത്തൈകളാണ് ഫുള്ളുണ്ട് ഇവിടെ എല്ലാം. ഇത് കണ്ടോ, കൂട്ടമായിട്ട്. ചീര വിത്തൊന്നും ഇപ്രാവശ്യം നട്ടേ ഇല്ലായിരുന്നേ, അരി വീണ് ഒത്തിരി ചീര ഉണ്ടായിട്ടുണ്ട്. അപ്പം പച്ചക്കറിയുടെ ഇടയ്ക്കുള്ളതൊക്കെ ഇതുപോലെ വേരോടെ പറിച്ചിട്ട് കറി വെക്കാനൊക്കെ ആയിട്ട് എടുക്കും. ബാക്കി കുറച്ച് അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.